പോറ്റിയെ കയറ്റിയ പാട്ടിനെതിരെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്ന് CPIM പറയുന്നു. നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ശേഷം പരാതി നൽകാനാണ് ആലോചന. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ തോൽവി ഉണ്ടായത് എന്തായാലും സ്വർണ്ണപ്പാളി വിഷയം വലിയ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്, വിലയിരുത്തുന്നത്. എന്തായാലും CPIM ഈ വിഷയത്തിൽ ഒരു പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. രജീഷ്, അതായത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി ഗാനം. കഴിഞ്ഞ ദിവസം പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിക്കൊടുവിലാണ് ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും പലരും രംഗത്തെത്തിയത്. അതിനു പിന്നാലെ CPIM ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഈ പാരഡി ഗാനത്തിന് മുകളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം വേണം, നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നും CPIM നേതൃത്വം കൃത്യമായി ഈ പരാതിയിന്മേൽ അല്ലെങ്കിൽ ഈ പാരഡി ഗാനത്തിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് വ്യക്തത വരുത്തിയിരിക്കുന്നത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ പാരഡി ഗാനത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയെ പറ്റിയും എല്ലാം ചർച്ചയുണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് നിലവിൽ CPIM ജില്ലാ നേതൃത്വത്തിൻ്റെ ആലോചന. CPIMൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ അയ്യപ്പനെ ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. അത് കോൺഗ്രസ് ലീഗ് അണികളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഈ പാട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ തിരിച്ചടിയായി എന്ന് CPIM കരുതുന്നില്ല എന്നാണ് പരസ്യമായി പറയുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ ഗാനങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടാകും CPIMന് ഉള്ളിൽ തന്നെ. അതുകൊണ്ടാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകാനായിട്ട് CPIM ജില്ലാ നേതൃത്വം ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ മത ചിഹ്നങ്ങളെയോ മതവിശ്വാസങ്ങളെയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. അതിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് CPIM കരുതുന്നത്. രജീഷ്, ശ്രീരാജ്, അതോടൊപ്പം EP ജയരാജൻ ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ ഈ പാട്ടുകൊണ്ട് മാത്രം തോറ്റു എന്ന തരത്തിലൊന്നും വിലയിരുത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം. രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഇടതുമുന്നണി കൺവീനറും EP ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ CPIMൻ്റെ അല്ലെങ്കിൽ CPIM നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഏതെങ്കിലും തരത്തിൽ പാരഡി ഗാനങ്ങൾ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായി ബാധിക്കുകയോ പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ച് അങ്ങനെ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് EP ജയരാജൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം, പാർലമെൻറ്റിന് മുമ്പിലൊക്കെ MP-മാർ പാടി ഈ പാട്ട് വലിയ വൈറലായി. PC വിഷ്ണു അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പാട്ട് പാടി വലിയ തരത്തിൽ വൈറലാകുന്നു, സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിക്കുന്നു. ആ ഘട്ടത്തിലായിരുന്നു പ്രസാദ് കുഴിക്കാല പരാതിയുമായി രംഗത്തെത്തിയത്. അതിനു പിന്നാലെ രാജു അബ്രഹാമും ഇത്തരത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇടതുമുന്നണിയിൽ നിന്നും രാജു അബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു, ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തത്. പരാതി വേണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്, അതായത് ഇന്നലത്തെ ദിവസം. ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒരു പടി കൂടി കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CPIM എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIM നേതൃത്വം ഇത്തരത്തിൽ ഇതിലേതെങ്കിലും തരത്തിൽ തങ്ങളെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇടതുമുന്നണിയെയോ CPIMനോ ഇത് ദോഷമായി ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടായ എന്ന് തന്നെയാണ് CPIMൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പരാതി നൽകാൻ പോകുന്നു എന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്, അതിനുശേഷമാകും പരാതിയിലേക്ക് കടക്കുക. രജീഷ്, ശരി ശ്രീരാജ്, എന്തായാലും നേരത്തെയും സമാനമായി അയ്യപ്പൻ്റെ പാട്ടൊക്കെ പാരഡി ഉപയോഗിച്ചിട്ടുണ്ട്. കലാഭവൻ മണി അടക്കം പാടിയതും നമ്മൾ നേരത്തെ സ്റ്റേജുകളിലൊക്കെ കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഒരു പാട്ട് വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. CPIM ഇതിന് തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് അത് പരാതിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.